അങ്ങനെ സംഭവിച്ചാൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്നും പൂർണ്ണമായും പിന്മാറുകയും രണ്ടാം ഘട്ടത്തിൽ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ സമ്മതിക്കുകയും വേണ്ടി വരും. അതാണ് ഇസ്രായേലിനെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതും. കാരണം ഗസയെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെതന്യാഹു കണ്ടിട്ടുണ്ട്. അതിനൊപ്പം ഗസ പിടിച്ചെടുക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന കൂടി വന്നപ്പോൾ അയാൾ കൂടുതലാണ് സന്തോഷിച്ചത്. അതോടൊപ്പം അമേരിക്കയിൽ ട്രംപ് നൽകിയ സ്വീകരണം കൂടുതൽ പ്രതീക്ഷയും നൽകുന്നതായിരുന്നു. അത് മനസ്സിലാകണമെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയിലെ ഈ നെതന്യാഹുവിൻ്റെ ശരീരഭാഷ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അയാൾ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചത്. അതിനുശേഷം അയാൾ ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നിട്ട് ട്രംപാണ് ഞങ്ങളുടെ ഏറ്റവും അധികം അടുത്ത സുഹൃത്ത്, അമേരിക്ക ഞങ്ങളെ ഒരിക്കലും കൈവിടില്ല എന്നൊക്കെ ഒരുപാട് പുകഴ്ത്തി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനെയെല്ലാം തകർത്തുകൊണ്ടാണ് നെതന്യാഹുവിനെ അറിയിക്കാതെ ട്രംപ് ഹമാസുമായി രഹസ്യ ചർച്ച നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്.